നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. ചരിത്രപ്രസിദ്ധമായ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ആയില്യം നാളിൽ പുലർച്ചെ 4 മണിക്ക് തുറന്ന നടയിൽ ദർശനം നടത്തുവാൻ ആയിരക്കണക്കിന് ഭക്തർ കാലേക്കൂട്ടിയെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുഴുവൻ ഒരുക്കങ്ങളും UDF പൂർത്തീകരിച്ചതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ സ്ഥാപിച്ച വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടനം HS സലാം MLA നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. ചരിത്രപ്രസിദ്ധമായ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ആയില്യം നാളിൽ പുലർച്ചെ 4 മണിക്ക് തുറന്ന നടയിൽ ദർശനം നടത്തുവാൻ ആയിരക്കണക്കിന് ഭക്തർ കാലേക്കൂട്ടി എത്തി. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ ആയില്യം തൊഴുത് ഭക്തസഹസ്രങ്ങൾ. നാഗദൈവങ്ങളുടെ ദർശന സൗഭാഗ്യം തേടി ആയില്യം തൊഴുവാൻ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. പുലർച്ചെ 4 മണിക്ക് നട തുറന്നതു മുതൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തി. നൂറും പാലും പഞ്ചലോഹങ്ങളിൽ നിർമ്മിച്ച സർപ്പരൂപങ്ങളും പുറ്റ്, മുട്ട, ഉപ്പ്, മഞ്ഞൾ എന്നിവയും ഭക്തർ തിരുനടയിൽ സമർപ്പിച്ചു. നട തുറന്ന ശേഷം കുടുംബത്തിലെ കാരണവർ MK പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നാഗരാജാവിനും സർപ്പയക്ഷിക്കും തിരുവാഭരണങ്ങൾ ചാർത്തി വിശേഷാൽ പൂജയും നടന്നു. രാവിലെ ക്ഷേത്രനടയിൽ വാദ്യമേളങ്ങളുടെ സേവയും അരങ്ങേറിയിരുന്നു. വലിയമ്മ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകി. പ്രസിദ്ധമായ ആയില്യം എഴുന്നള്ളത്ത് ഉച്ചയ്ക്ക് ശേഷം നടന്നു. തിരക്ക് കണക്കിലെടുത്ത വലിയ ക്രമീകരണങ്ങളാണ് ഇത്തവണ ക്ഷേത്രത്തിൽ ഒരുക്കിയത്. മണ്ണാറശാല ആയില്യം ഉത്സവത്തോടനുബന്ധിച്ച് ബുധനാഴ്ച ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി നൽകിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുഴുവൻ ഒരുക്കങ്ങളും UDF പൂർത്തീകരിച്ചതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഒരുക്കങ്ങളും UDF പൂർത്തീകരിച്ചിരിക്കുകയാണ്. വളരെ നല്ല വിജയം കേരളത്തിലെ ജനങ്ങൾ UDFന് നൽകുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും. കാരണം കഴിഞ്ഞ 9.5 കൊല്ലക്കാലമായിട്ടുള്ള ഈ സർക്കാരിന്റെ ദുർഭരണം കണ്ട് മടുത്ത ജനങ്ങൾ ആ സർക്കാരിനെ താഴെയിറക്കാനുള്ള ഒരു അവസരത്തിന്റെ നന്ദിയായിട്ട് ഈ തെരഞ്ഞെടുപ്പുകളെ കാണും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് UDF വലിയ പ്രതീക്ഷയിലാണ്, ഉജ്ജ്വല വിജയം നേടും. തീർച്ചയായിട്ടും LDF സർക്കാരിന്റെ വിലയിരുത്തൽ ജനങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുഴുവൻ ഒരുക്കങ്ങളും UDF പൂർത്തീകരിച്ചതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ UDFന് വളരെ വലിയ വിജയം നൽകുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് തങ്ങളെന്നും കഴിഞ്ഞ 9.5 കൊല്ലമായിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണം കണ്ടുമടുത്ത ജനങ്ങൾ ആ സർക്കാരിനെ താഴെ ഇറക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ വരുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് മാറ്റുന്നതെന്നും KC വേണുഗോപാൽ MP പറഞ്ഞു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കേരളത്തിലെ ജനങ്ങൾ LDF സർക്കാരിന്റെ ഭരണം വിലയിരുത്തിയാണ് വോട്ട് ചെയ്തതെന്നും ആ ഉപതെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ UDFന് വലിയ വിജയമാണ് ജനങ്ങൾ സമ്മാനിച്ചതെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. KPCC വൈസ് പ്രസിഡന്റ് A ഷുക്കൂർ, അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, DCC ഭാരവാഹികൾ എന്നിവരും KC വേണുഗോപാലിനോടൊപ്പം ഉണ്ടായിരുന്നു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ സ്ഥാപിച്ച വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടനം HS സലാം MLA നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ MLA കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തന സജ്ജമായി. HS സലാം MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 98,316 രൂപ ചെലവിൽ ഒരു യൂണിറ്റാണ് ഇവിടെ ഒരുക്കിയത്. അമ്പലപ്പുഴ MLA HS സലാം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി, ഡോക്ടർ മനീഷ് നായർ, PRO MK രമ്യ, ആശുപത്രി വികസന സമിതി അംഗം ബീന റസാഖ്, സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി V ജയറാം, നഴ്സിംഗ് ഓഫീസർ ബിസ്മി അസീസ് എന്നിവർ സംസാരിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ AKG കർത്താമടം റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 43.9 ലക്ഷം രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പാണ് റോഡ് നിർമ്മിക്കുന്നത്.
വന്നെങ്കിലും കുറേ അധികം വർക്ക് നമ്മുടെ തന്നെ ഈ 16 എണ്ണത്തിൽ 8 എണ്ണം കൂടി ടെൻഡർ പോകാനുണ്ട്. നമുക്ക് ധാരാളം റോഡുകൾ നമുക്കിതുപോലെ ഇപ്പോൾ നിർമ്മിക്കാൻ കഴിയുന്നു. ഈ പ്രദേശത്താണെങ്കിൽ കാര്യമായ റോഡിന് നിർമ്മിക്കാൻ ബാക്കിയില്ല. പ്രധാനപ്പെട്ട എല്ലാ റോഡും 6-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിലെ ഗവൺമെൻറ് നേരിട്ട് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഫണ്ട് നേരിട്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഏറ്റവും കൂടുതൽ റോഡുള്ള വാർഡ് ഈ 6-ാം വാർഡാണ്. കോടിക്കണക്കിന് രൂപയാണ് അത് നിർമ്മിക്കാൻ. അത് ഏറ്റവും ലെങ്ത് കൂടിയത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ മുതൽ പോത്തശ്ശേരി പള്ളി വരെയുള്ള റോഡാണ്. അപ്പോൾ അങ്ങനെ ഓരോ റോഡുകൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ കുറച്ചധികം റോഡ് കൂടുതലുള്ള വാർഡ് കൂടിയാണ് 6-ാം വാർഡ്. മിക്കവാറും ആ റോഡുകളെല്ലാം നമുക്ക് ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഭാഗമായി പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ മാർക്കറ്റിന് കിഴക്ക് ഹാഫിയത്ത് ജംഗ്ഷൻ മുതൽ കിഴക്കോട്ടുള്ള AKG കറുത്താമടം റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 43.9 ലക്ഷം രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പാണ് റോഡ് നിർമ്മിക്കുന്നത്. സലാം MLA റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. മുണ്ടുകാടിന് സമീപം ചേർന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുലഭ ഷാജി, NK ബിജുമോൻ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ S ബിനുമോൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VK ബൈജു, K ജഗദീശൻ എന്നിവർ സംസാരിച്ചു. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം എഴുന്നള്ളത്ത് ദർശിച്ച് നിർവൃതിയാണെന്ന് ഭക്തസഹസ്രങ്ങൾ. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം എഴുന്നള്ളത്ത് ദർശിച്ച് നിർവൃതിയണഞ്ഞ ഭക്തസഹസ്രങ്ങൾ. ബുധനാഴ്ച ഉച്ചയോടെ വലിയമ്മ സാവിത്രി അന്തർജനം തീർത്ഥക്കുളത്തിൽ കുളിച്ച് ക്ഷേത്രത്തിലെത്തി പൂജകൾക്ക് ശേഷം നാഗരാജാവിന്റെ നാഗഫണവും തിടമ്പുമായി ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളി. വലിയമ്മ സാവിത്രി അന്തർജനത്തിന് തൊട്ടുപിന്നിലായി ചെറിയമ്മ സതി അന്തർജനം സർപ്പയക്ഷി അമ്മയുമായും കാരണവന്മാർ നാഗജാമുണ്ടിയുടെയും നാഗയക്ഷിയുടെയും തിടമ്പുമായും ഇല്ലത്തേക്ക് എഴുന്നള്ളി. വാദ്യമേളവും ആലവട്ടവും വെഞ്ചാമരവും മുത്തുക്കുടയും അകമ്പടി സേവിച്ചു. രാവിലെ 8 മുതൽ ഇല്ലത്ത് നിലവറയ്ക്ക് സമീപം വലിയമ്മ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകിയിരുന്നു. നാടിന്റെ നാനാഭാഗത്തു നിന്ന് അനേകായിരം ഭക്തരാണ് മണ്ണാറശാല ആയില്യം തൊഴുവാൻ എത്തിച്ചേർന്നത്. ഉച്ചയ്ക്ക് ശേഷം കുടുംബ കാരണവരുടെ നേതൃത്വത്തിൽ നിലവറയോട് ചേർന്നുള്ള തളത്തിൽ ആയില്യം പൂജയ്ക്കായുള്ള നാഗപത്മക്കളം ഒരുക്കിയതോടെയാണ് എഴുന്നള്ളത്തിനായി വലിയമ്മ ഒരുങ്ങിയത്. എഴുന്നള്ളത്ത് ഇല്ലത്തെത്തിയ ശേഷം വലിയമ്മയുടെ നേതൃത്വത്തിൽ ആയില്യം പൂജ നടന്നു. ആയില്യം പൂജകൾക്ക് ശേഷം വലിയമ്മയുടെ അനുമതി വാങ്ങി കുടുംബകാരണവർ നടത്തുന്ന തട്ടിന്മേൽ നൂറുംപാലുമോടെ ആയില്യം പൂജകൾക്ക് സമാപനമാകും. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. ഡൽഹി മെട്രോ സ്റ്റേഷന് സമീപം കാർ ബോംബ് സ്ഫോടനമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലടക്കം സുരക്ഷാ പരിശോധന ശക്തമാക്കി. റെയിൽവേ പോലീസ്, RPF, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. തിങ്കളാഴ്ച വൈകിട്ടോടെ രാജ്യതലസ്ഥാനത്ത് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം കാർ ബോംബ് സ്ഫോടനമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും പാർക്കിംഗ് ഏരിയ അടക്കം പരിസര പ്രദേശങ്ങളിലും സുരക്ഷാ പരിശോധന നടത്തി. കേരള റെയിൽവേ പോലീസ്, RPF, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ, പ്ലാറ്റ്ഫോം, പാർക്കിംഗ് ഏരിയ, ട്രെയിനുകൾ, വെയിറ്റിംഗ് റൂം, ലഗേജ് റൂം, യാത്രക്കാരുടെ ബാഗ് അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തെ തുടർന്ന് ഇന്നലെ രാത്രി മുതൽ കേരളത്തിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളിലും GRPയും RPFും സംയുക്തമായിട്ട് ബോംബ് സ്ക്വാഡിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും സഹായത്തോടു കൂടി ചെക്കിംഗ് നടത്തി വരികയാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപായ സൂചന ഉണ്ടായിട്ടല്ല, മറിച്ച് മുൻകരുതൽ എന്നുള്ള രീതിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഈ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്.
സംസ്ഥാന പോലീസ് മേധാവിയുടെയും റെയിൽവേ പോലീസ് മേധാവി ഷഹൻഷാ IPSന്റെയും നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളിലും നടത്തുന്ന പ്രത്യേക പരിശോധനയുടെ ഭാഗമായി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും ശക്തമായ പരിശോധന നടത്തിയത്. കേരള റെയിൽവേ പോലീസ് HSO ബിജോയ് കുമാർ, RPF ഇൻസ്പെക്ടർ പ്രിൻസ് എന്നിവർ നേതൃത്വം നൽകി. കേരള പോലീസിന്റെ സ്നിഫർ ഡോഗും ഡോഗ് സ്ക്വാഡും പരിശോധനയിൽ ആദ്യ അവസാനം പങ്കെടുത്തിരുന്നു. മയക്കുമരുന്നും നിരോധിത വസ്തുക്കളും അടക്കം കൊണ്ടുവരുന്നത് കണ്ടെത്തുന്നതിനും സ്ത്രീകളുടെ യാത്രാ സുരക്ഷിതത്വം, മറ്റു യാത്രക്കാരുടെ സുരക്ഷിത സഞ്ചാരവുമടക്കം ലക്ഷ്യമാക്കി റെയിൽവേ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായി സുരക്ഷാ പരിശോധനയും കഴിഞ്ഞ ദിവസം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ എന്ന വിജ്ഞാപനം വന്നതോടെ ഈ വർഷത്തെ ക്രിസ്തുമസ് പരീക്ഷയുടെ സമയക്രമത്തിന് മാറ്റം വരുമെന്ന് അധികൃതർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ക്രിസ്തുമസ് പരീക്ഷാ തീയതികൾക്ക് മാറ്റമുണ്ടാകുമെന്ന് അധികൃതർ പറഞ്ഞു. അക്കാദമിക് കലണ്ടർ അനുസരിച്ച് ഡിസംബർ 11 മുതലാണ് രണ്ടാം പാദ വാർഷിക പരീക്ഷകളെങ്കിലും ഡിസംബർ 9, 11 തീയതികളിൽ തെരഞ്ഞെടുപ്പും 13-ന് വോട്ടെണ്ണലും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഡിസംബർ ആദ്യം മുതൽ തന്നെ പരീക്ഷ തുടങ്ങുവാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും എന്ന തരത്തിൽ 2 ഘട്ടമായി പരീക്ഷ നടത്തുവാനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ ഗുണനിലവാര അവലോകന സമിതി യോഗത്തിലാകും പരീക്ഷ സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുക. വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും സ്കൂളുകളാണ്. അധ്യാപകർക്കും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഡിസംബർ 5 കഴിഞ്ഞാൽ അവധി ദിനങ്ങളും 2 ഘട്ടമായുള്ള വോട്ടെടുപ്പും വോട്ടെണ്ണലും കഴിഞ്ഞു മാത്രമേ പിന്നീട് പരീക്ഷ നടത്തുവാനാകൂ. ഡിസംബർ 20 മുതൽ 28 വരെയാണ് സ്കൂളുകൾക്ക് ക്രിസ്തുമസ് അവധി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്രപ്രസിദ്ധമായ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ആയില്യം നാളിൽ പുലർച്ചെ 4 മണിക്ക് തുറന്ന നടയിൽ ദർശനം നടത്തുവാൻ ആയിരക്കണക്കിന് ഭക്തർ കാലേക്കൂട്ടിയെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുഴുവൻ ഒരുക്കങ്ങളും UDF പൂർത്തീകരിച്ചതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ സ്ഥാപിച്ച വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടനം HS സലാം MLA നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.